ശ്രീകൃഷ്ണപുരത്ത് പാലക്കാട് ഒരു സ്കൂളിലെ പെൺകുട്ടി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഏതാണ്ട് സ്കൂളുകളുടെ അവസ്ഥയെക്കുറിച്ചിട്ട്. അത് പണ്ട് മുതലേ എന്താ പറയണ്ടേ, ഓരോരോ സ്കൂളിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പഠിക്കാത്തവരെ മാക്സിമം എന്താ പറയണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ട് നന്നാക്കാതെ അവരെ മാനസികമായിട്ട് തളർത്തിയിട്ട് ഒന്നും അല്ലാണ്ടാക്കുന്ന പരിപാടി. കുട്ടികൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവന്മാരൊന്നും പിടിക്കപ്പെടില്ല, മനസ്സിലായോ? ഇവർക്കെതിരെ എത്ര പ്രതിഷേധം വന്നാലും അവരെ കണ്ണാക്കിൽ പഴംതിരികെ വെക്കും. അതൊരാഴ്ച കഴിഞ്ഞാൽ ഒരൊറ്റ ഇതേപോലെയുള്ള ആത്മഹത്യക്ക് കാരണമായ മാഷന്മാരൊന്നും പിടിക്കപ്പെടില്ല. ഒന്നും പിടിക്കപ്പെടില്ല. വീണ്ടും ഇറങ്ങും, ബുക്കും മറ്റേ വടിയൊക്കെ എടുത്തിട്ട് വീണ്ടും ഇറങ്ങും മറ്റുള്ളവരെ ഹറാസ് ചെയ്യാനും ഇതാക്കാനും. എല്ലാവരും അല്ലേ പറയുന്നത് നല്ല അധ്യാപകരുണ്ട്. പക്ഷേ നല്ല അധ്യാപകരെ വരെ വിശ്വാസമില്ലാത്ത രീതിക്കായി ഇപ്പോഴത്തെ സ്കൂളിലെ ഇതേപോലെയുള്ള പരിപാടികൾ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് അധ്യാപകരുടെ പേരെല്ലാം. അത് ആരെയാന്ന് ഫോട്ടോ ഒന്നും പുറത്തേക്ക് വരില്ല, അതൊന്നും വരില്ല. കാരണം ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കില്ലല്ലോ, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അധ്യാപകരിൽ ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരാണ് ഇതേപോലെയുള്ള വൃത്തികെട്ട പരിപാടി എടുത്തുകൊടുക്കുന്നത്. അതായത് പഠിക്കാത്തവരെ മാക്സിമം ശത്രുക്കളായിട്ട് കാണും. ഇവരെ സംഭവം എന്ന് പറഞ്ഞാൽ അറിയോ, ഈ ഇതുപോലെയുള്ള സ്കൂളുകളിലെ റിസൾട്ടിന് എന്താ പറയണ്ടേ, കോട്ടം തട്ടാതിരിക്കാൻ, കോട്ടം തട്ടുന്നുള്ളൊരു പേടിക്കാണ് പഠിക്കാത്ത കുട്ടികളെ മാക്സിമം എന്താ പറയണ്ടേ ഇതേപോലെ പറഞ്ഞിട്ടൊക്കെ ഒഴിവാക്കുന്നത്. എന്നിട്ട് പഠിക്കുന്ന കുട്ടികൾ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കണം, ഇവന്മാർക്ക് റിസൾട്ട് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം മാർക്ക് കുറവുള്ളവരെ ഇതേപോലെയുള്ള സ്കൂളൊന്നും ചേർക്കാൻ പാടില്ല. നിങ്ങൾ രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രക്ഷിതാക്കളെന്നാ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ വളർന്നു വലുതായി പഠിച്ച് വളർന്നു വലുതായിട്ട് ഒരു ജോലിയൊക്കെ നേടണം എന്നുള്ളൊരാഗ്രഹമല്ലേ. ഈ സ്കൂളുകളിലെ മാഷന്മാരെ വാക്കും കേട്ടിട്ട് അവരെയും പറയാൻ നിന്നാൽ നിങ്ങളെ കുട്ടികളെ കിട്ടൂല. കാരണം നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. സ്കൂളിൽ നിന്ന് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ വീട്ടുകാർ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് ചോദ്യം ചെയ്യണം. ഇതുപോലെ സ്കൂളുകൾക്കെതിരെ ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരണം, എന്നിട്ട് വേറെ സ്കൂളുകളിൽ ചേർക്കണം. അതിപ്പോൾ സർക്കാർ സ്കൂൾ ആയാലും ഇതുപോലുള്ള പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ആയാലും തന്നെ ഇതേപോലെയുള്ള പരിപാടികളുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു. അതുകൊണ്ട് മാക്സിമം നമ്മളെ കുട്ടികളെ സംരക്ഷിക്കണം.